ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? അച്ഛനാകെ തകർന്നിരിക്കുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എപ്പോഴും ദേഷ്യ. പ്ലീസ് ഇനി വീട്ടിൽ വരണ്ട. സൗകര്യപ്പെടുമ്പോഴൊക്കെ ഞാൻ കിട്ടുവിനെ ഇങ്ങ് കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സ് നിറയെ കിട്ടു മാത്രമാണെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടുവിനെ ഒന്ന് കണ്ടേ തീരൂ. ഇവനെ കിട്ടു തിരിച്ചറിയുന്നുണ്ടോ എന്നറിയണം. തിരിച്ചറിഞ്ഞാൽ വരട്ടെ. അച്ഛന്റെ വിഷമവും ദേഷ്യമൊക്കെ ഒന്ന് തീരട്ടെ. ഞാൻ കൊണ്ടുവരാം ദിവസവും. ഇപ്പൊ അച്ഛൻ കിട്ടുമായി ഏതോ വക്കീലിനെ കാണാൻ പോയിരിക്ക. നിയമപരമായി അവനെ ഏറ്റെടുക്കാൻ. ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോട്ടെ, വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുവരാം. അവന്റെ മുമ്പിലങ്ങും ചെന്ന് പെട്ടേക്കരുത്. കുഞ്ഞിനെക്കാളും പ്രോബ്ലം അവനാണ്, കിരൺ. കുഞ്ഞിനെ നമ്മൾ തട്ടിയെടുത്താൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് അവൻ മരിക്കണം, ആർക്കും സംശയം ഉണ്ടാകാത്ത വിധത്തിൽ. കാർ ആക്സിഡന്റോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും. സർ, സർക്കിൾ ഇൻസ്പെക്ടർ. പ്ലീസ് കം. ഇന്നെന്താ സ്റ്റാഫ് ഒന്നുമില്ലേ? സാറ്റർഡേ ഉച്ചവരെ ഉള്ളൂ ഓഫീസ്. ഇനി എപ്പോഴാ അവരൊക്കെ വരിക? തിങ്കളാഴ്ച. എല്ലാം കൂടെ എത്ര പേര് കാണും? എല്ലാം കൂടെ ഒരു 300 പേര് കാണും. മിസ്റ്റർ സുരേഷ്, എനിക്കൊരു സഹായം ചെയ്യണം. വേണുവിനെ ആനിയും കൊന്നത്, ആ കഥ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണുമല്ലോ. അതെ, വായിച്ചു. രണ്ടുപേരെയും കൊന്നത് ഒരാളാണ്, ഒരേ കത്തി കൊണ്ട് ഒരേ സ്റ്റൈലിൽ. കൊലപാതകയെ ആനിയുടെ മകൻ ബെന്നിക്കറിയാം. ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ഒരു ഐഡന്റിഫിക്കേഷൻ പറയാൻ. എപ്പോഴാ സാധ്യമാകുക? ഫാക്ടറി ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. ഇവിടെ ഷിഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണണമെങ്കിൽ 2 ദിവസത്തെ അവകാശം വേണം. ഓക്കെ, ആയിക്കോട്ടെ. സോ ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാൻ. എഗ്രീഡ്? എഗ്രീഡ്. മിസ്റ്റർ സുരേഷ്, വ്യക്തിപരമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങളുടെ വൈഫ് ഇപ്പൊ എവിടെയാണ്? അവൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു വിസിറ്റിന് പോയിരിക്കുകയാണ്. എപ്പോ പോയി? 1 മാസമായി. ഇനി എപ്പോ വരും? 2 മാസം കൂടി എടുക്കും. വേണു കൊല ചെയ്യപ്പെടുന്നതിന് 1 മാസം മുമ്പ് ഇവിടെയുള്ള ഒരു സായാഹ്ന പതിപ്പിൽ വേണുവിനെയും നിങ്ങളുടെ വൈഫിനെയും ബന്ധപ്പെടുത്തി ഒരു വാർത്ത വന്നിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? വെറും നുണയാണത്. ഞാനത് കെയർ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്റെ വൈഫിനെ വല്ലാതെ ഹർട്ട് ചെയ്തു. അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് അവൾ സ്വിറ്റ്സർലാൻഡിൽ പോയത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാൻ എല്ലാവരോടും ഉണ്ടായിരിക്കണം, മാനേജിംഗ് ഡയറക്ടറായ നിങ്ങൾ ഉൾപ്പെടെ. സാർ, എനിക്ക് സാറിനോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. മോളെ, നേരത്തെ കിടന്നുറങ്ങിക്കോ. ഞാൻ വരാൻ താമസിക്കും. വേലക്കാർ 2 പേരും ഇന്നോടെ കിടക്കാൻ പറഞ്ഞാൽ മതി. പതിവ് സ്റ്റൈലിൽ ബോധം കെട്ട് ഉറക്കമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം.
ബാനു ബാനു വാസന്തി ബാനു എവിടെ പോയി എല്ലാരും?